ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാളെ ഡേറ്റ് 13 മെയ് 2026. ഓക്കെ, അതിലോട്ടുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പ് സെൽ ഓഫ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ ഷാർപ്പായിരുന്നു. ഞാനിപ്പോൾ ഇന്നലത്തെ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഭയങ്കര ഷാർപ്പായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. കുറച്ച് ട്രിക്കിയാണ് മാർക്കറ്റ്, ബട്ട് എന്നിരുന്നാലും കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ പ്ലാനിങ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മൊമെൻറ്റം കണ്ടെങ്കിൽ മനസ്സിലാവും. മാർക്കറ്റ് വന്നു, ഓപ്പൺ ചെയ്തു, എക്സാക്ട്ലി 54,000 സപ്പോർട്ട് എടുത്തു. അതായത് ബയ്യർ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിൽ എന്ത് ചെയ്തു, അവരെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഡയറക്റ്റ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഓക്കെ, ഈ ബ്രേക്ക് ഡൗണിന് ശേഷം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ, പ്രൈസ് ആക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കറ്റ് വന്നു, ചെറിയൊരു റീടെസ്റ്റ്, ഒരു ഹോൾഡിംഗ് കൊടുത്തു, സെല്ലർ ക്രിയേഷൻ ഉണ്ടാവും. റാൻഡംലി കയറാൻ നോക്കിയ ബയേഴ്സിന് മാർക്കറ്റ് എടുത്തു, എഗെയിൻ റീട്രേസ്മെൻറ്റ് കൊടുത്തു, ഇവിടെയും സെല്ലർ ക്രിയേഷൻ ഉണ്ടാവും. എഗെയിൻ റീട്രേസ്മെൻറ്റ് കൊടുത്തു, സെല്ലർ ക്രിയേഷൻ ഉണ്ടാവും. എഗെയിൻ വന്ന് മാർക്കറ്റിലൊരു 53,500 ബിലോയിലോട്ട് പോയിട്ട് മാർക്കറ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇവിടെ സെല്ലർ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഡയറക്റ്റ്ലി ഒരു ടാർഗറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു കണ്ടീഷൻ വെക്കുക, മാർക്കറ്റിൽ ഇത്രയും നല്ലൊരു ഭയങ്കര ഒരു സെൽ ഓഫ് നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുക എന്നുള്ള വളരെ ഹ്യൂജ് റിസ്ക് ആണ്. പക്ഷേ നമുക്ക് രണ്ട് ഇൻഡെക്സ് ഒരു കൺഫർമേഷൻ, ഒരേ ഒരു കൺഫർമേഷൻ തരുമ്പോൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്യണമെന്നാണ്. അപ്പം ഈ ഒരു റീസൺ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ഇനി സിമിലർലി നിഫ്റ്റി, കമ്മിങ് ടു നിഫ്റ്റിയിൽ ഒന്നും കൂടി സ്ട്രെച്ച് ഭയങ്കര ഹൈ ആണ് സെൽ ഓഫിൻ്റെ, കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇവിടെ നമുക്ക് എന്തായാലും ഉണ്ട്, മാർക്കറ്റിൽ എന്തുണ്ട്, സെല്ലർ SL അവൈലബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. അവരെ ടാർഗറ്റ് ചെയ്യുന്നത് അൺറിയലിസ്റ്റിക് കണ്ടീഷനാണ്. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ്ലി 23,500 ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും മാർക്കറ്റിൽ എന്തുണ്ടാവും, സെല്ലർ ഉണ്ടാവും. ഇവിടുന്ന് സെല്ലേഴ്സ് ഉണ്ടാവും, ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെയും സെല്ലർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നിഫ്റ്റിയിൽ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ നടന്ന ഒരു കണ്ടീഷൻ, മാർക്കറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുമ്പോൾ ഇവിടെയും സെല്ലർ അവൈലബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അവരെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കണ്ടീഷൻ എന്ന രീതിയിൽ ബൈയിങ് നമുക്ക് ട്രൈ ചെയ്യാം. ഇത് രണ്ടും കണ്ടീഷനാണ്. സിമിലർലി നമുക്ക് എന്തുണ്ട്, ബാങ്ക് നിഫ്റ്റിയിലുണ്ട്, സെൻസെക്സിലും അവൈലബിൾ ആണ്. കണ്ടീഷൻ കണ്ടാൽ മനസ്സിലാവും. മാർക്കറ്റ് വന്നു, ഇവിടെയുള്ള സെല്ലറെ ടാർഗറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിളാണ്. ബട്ട് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ മേജർ ലെവലിന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിൽക്കുമ്പോൾ റീടെസ്റ്റ് നടന്ന് മാർക്കറ്റിൽ എന്തുണ്ട്, സെല്ലർ SL അവൈലബിലിറ്റി ഉണ്ട്. അപ്പം ഇവരെ ടാർഗറ്റ് നമുക്ക് ബൈ ചെയ്യാം. പക്ഷേ അവിടെ സെല്ലിംഗ് കണ്ടീഷനും ഉണ്ട്. അപ്പോൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് മാർക്കറ്റിൽ ഫ്ലാറ്റ്, ചെറിയ ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ് നമുക്ക് ബൈയിങ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഹെവി ഗ്യാപ്പ് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ മാറും. അതായത് സെല്ലിങ്ങിലോട്ടുള്ളൊരു പ്ലാൻ വെക്കും. കാരണം ഇവിടെയുള്ള സെല്ലേഴ്സ് എന്ത് ചെയ്യും, ഹൈലി പ്രോഫിറ്റബിൾ ആവും. പിന്നെ അവരെ ടാർഗറ്റ് ചെയ്യുന്നത് അൺറിയലിസ്റ്റിക് കണ്ടീഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിനാരിയോ ആണ്. ആൻഡ് സിമിലർലി നിഫ്റ്റിയിലും സെയിം കണ്ടീഷനാണ്. ഫ്ലാറ്റ്, ചെറിയ ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, ബൈയിങ് സെറ്റപ്പ് മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് സിനാരിയോ ആണ് മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി, സെയിം കണ്ടീഷനാണ്. ഫ്ലാറ്റ്, ചെറിയ ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, മാർക്കറ്റിൽ ബൈയിങ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഹെവി ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് അൺപ്ലാൻഡ് ആണ്. അതായത് ഇവരെന്ത് ചെയ്യും, ഇവിടെയുള്ള സെല്ലേഴ്സ് മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആവും. അവരെ ടാർഗറ്റ് ചെയ്യുന്നത് അൺറിയലിസ്റ്റിക് കണ്ടീഷനാണ്. അതുകൊണ്ട് ഇവിടെ സെല്ലിംഗ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. മാർക്കറ്റിൽ നോക്കിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. സോ നാളത്തെ മാർക്കറ്റിൽ നമുക്ക് കാണാം. സീ യു ഗൈസ്, ബൈ.